ഹായ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ബിഗ് ബോസ് വീട് ഒരു ഹോട്ടലാകാൻ പോകുന്നു. ആഹാ, എല്ലാവരും കാത്തിരുന്ന സംഭവം. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 5 ഇതുപോലെ BB ഹോട്ടലായിരുന്നു. അന്നും അതുപോലെ ചലഞ്ചേഴ്സ് ഒക്കെ വന്നിരുന്നു. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും അതാ 60ാമത്തെ ദിവസം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും ഇതാ ചലഞ്ചേഴ്സ് വരാൻ പോകുന്നു. ബിഗ് ബോസ് വീട് ഇനി ഒരു ഹോട്ടലാകാൻ പോകുന്നു. ആ ഹോട്ടലിലേക്ക് ചലഞ്ചേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത് ഇനി ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സാവുമോൻ വരുമെന്നും ലക്ഷ്മിപ്രിയ വരുമെന്നും ദിൽഷ വരുമെന്നും ശോഭ വരുമെന്നും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പല ചർച്ചകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടേക്ക് വരാൻ പോകുന്ന ഈ ചലഞ്ചേഴ്സ് ആരായിരിക്കും, ആര് വന്നാലായിരിക്കും ഈ ഒരു ഷോയ്ക്ക് നല്ല രീതിയിൽ ഒരു ഹൈപ്പ് കിട്ടുക എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇവിടെ അഖിൽമാരാരെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം അഖിൽമാരാരൊക്കെ ഇപ്പോൾ ഏഷ്യാനെറ്റിനെതിരെ നല്ല രീതിയിൽ വർത്തമാനം പറയുന്നതോടുകൂടി അവരെ കൊണ്ടുവരത്തില്ല, റോബിനെയും കൊണ്ടുവരത്തില്ല. ബാക്കിയുള്ള ഈ ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേര് കാണും, അവരെയൊക്കെ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു മൊത്തത്തിനെതിരെ അല്ല റോബിൻ ആയിക്കോട്ടെ അഖിൽമാരാരും പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന കുറച്ച് പേരെ കുറിച്ച് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരൊരിക്കലും ഷോയെ കുറിച്ചോ അല്ലെങ്കിൽ ഷോ കൊള്ളത്തില്ലെന്നോ, ഷോയൊക്കെ നല്ല രീതിയിൽ വരണം, അവിടെ നടത്തുന്ന ചില കാര്യങ്ങളാണ് അവർ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ റോബിന് ആയിക്കോട്ടെ അഖിൽമാരാർ പറയുന്നതിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഇപ്പൊ രതീഷിനെ കൊണ്ടുവന്നു. രതീഷ് ആദ്യ വാരം പോയപ്പോൾ തന്നെ പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതൽ രതീഷിന് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. രതീഷിനെ ഒന്നുകൂടി കയറ്റണം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് തന്നെ രതീഷിന് അത്രയും സപ്പോർട്ടൊന്നും ഇല്ല. അല്ലെ, രതീഷ് അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കാണിക്കും എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രേക്ഷകരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ആ ഇമേജ് താഴ്ക്കാനും വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രാവശ്യം രതീഷിനെ അവിടെ കൊണ്ടെത്തിച്ചത്. രതീഷിനെ കൊണ്ടുവന്നിട്ട് എന്ത് പറഞ്ഞു? രതീഷ് അവിടെ നിന്നാൽ മതി, എല്ലാവരുടെയും കാര്യങ്ങൾ കേട്ടാൽ മതി, രതീഷ് വേറെ ഒരു കാര്യവും പറയരുത് എന്നാണ് പറഞ്ഞത്. അതായത് വെളിയിലത്തെ കാര്യം പറയുമ്പോൾ ഗെയിം കളിക്കുകയോ ഒന്നും ചെയ്യരുത്. പക്ഷെ രതീഷ് പോയി അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്കല്ല ഇങ്ങനൊരു ഗെയിമറാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ആരും അവരോട് സംസാരിക്കുന്നതായിട്ടോ ഒരു കോമഡി പറയുക എന്നൊക്കെ നമുക്ക് കണ്ടില്ല. ഇവിടെ രതീഷിനെ കൊണ്ടുപോയി വായൊക്കെ മൂടി കെട്ടിയിട്ട് ഒരിടത്ത് കൊണ്ട് ഇരുത്തുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അത് പല കണ്ടന്റുകളും കൊടുത്തോണ്ടിരുന്ന രതീഷ് തന്നെ അവിടെ ഉള്ളിൽ വെച്ച് പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും എഡിറ്റ് ചെയ്ത് പോയിട്ടില്ല എങ്കിൽ അതൊക്കെ നല്ല കണ്ടന്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്ത് പോയിട്ടില്ല എന്ന് പറയുന്ന ആ വാക്ക് വരെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷിന്റെ കണ്ടന്റുകൾ മൊത്തമായിട്ട് വിട്ടിട്ടില്ല. ജിൻഡോയും രതീഷും തമ്മിലുള്ള ഒത്തിരി കോമഡി സീനുകൾ ഉണ്ടായിരുന്നു. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒത്തിരി കോമഡി സീൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ അതൊന്നും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ഒരുമാതിരി ഫൂളാക്കി ഒരു ബൊമ്മ പോലെ ആക്കിയിട്ട് അപ്പോൾ അവരെയും പുറത്താക്കി എന്നുള്ളതാണ് ഇതിന്റെ സത്യം. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും